ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളറിൽ ഗോൾഡനും അതേപോലെ തന്നെ റെഡ് ഷെയ്ഡും ആഡ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ കാണുന്നേക്കാളും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്, നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഇതിന് രണ്ട് ബോർഡറാണുള്ളത്. ഒരു തിക്കായിട്ടുള്ള ബോർഡറും ഉണ്ട്, അതേപോലെ തന്നെ ഒരു സൈഡിൽ ചെറിയ ബോർഡറാണ് ഉള്ളത്. അപ്പോൾ കസ്റ്റമർ ഈ ഒരു ചെറിയ ബോർഡറിലാണ് സ്ലീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഓൾറെഡി സ്ലീവ് വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് തയ്യൽ തുമ്പൊന്നും ഇല്ലാണ്ട് സ്ലീവ് അതിൽ വരച്ചിട്ട് അത് വെച്ചിട്ടാണ് മെറ്റീരിയലിലേക്ക് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു പേപ്പറിൽ സ്ലീവ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മുടെ ലൈനിങ് തുണി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെക്കുമല്ലോ. അപ്പം അങ്ങനെ ലൈനിങ് തുണി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ മാർക്ക് ചെയ്ത് വെച്ച് ഈ സ്ലീവിലേക്ക് നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മേലേക്ക് സ്പ്രെഡിങ്സ് കൊടുക്കാനും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ഞാനിവിടെ ഒരു A4 പേപ്പറിൽ വരച്ചു വെച്ചിട്ടുണ്ട്. റഫായിട്ടാണ് ഡിസൈൻ വരച്ചിട്ടുള്ളത്. ഞാനിപ്പോഴും ഡിസൈൻസ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കാറുള്ളത്. അപ്പം അങ്ങനെ വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ പോയാൽ നമുക്ക് ഒത്തിരി ഡിസൈൻസ് കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോക്കി വരയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ നിന്ന് ഇതേപോലെ A4 ഷീറ്റിലേക്ക് നമുക്ക് ട്രേസ് എടുക്കാൻ പറ്റും. പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്യാനായിട്ട് ഈ ഒരു യെല്ലോ കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ യെല്ലോ കളർ കാർബൺ പേപ്പർ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലയിൽ ഡിസൈൻ ഏത് ഭാഗത്തായിട്ടാണോ ഡിസൈൻ വരേണ്ടത് ആ ഭാഗം നോക്കി നമ്മുടെ ഡിസൈൻ വെച്ചിട്ട് ഇനി മേലെ കൂടെ ട്രേസ് എടുത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഹാൻഡ് വർക്ക് വന്നിട്ട് ഒരു ബേസിക് റേഞ്ചിലുള്ള ഹാൻഡ് വർക്കാണ്. കസ്റ്റമർക്ക് അധികം റേറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം ഡിസൈൻ എടുത്തറിയണം. അതുകൊണ്ട് തന്നെ നെക്ക് ബാക്ക് നെക്ക് ഒഴിവാക്കിയിട്ട് ഫ്രണ്ട് നെക്ക് മാത്രമേ ഇതിൽ ഹാൻഡ് വർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്ക് നെക്ക് ഒഴിവാക്കിയിട്ട് ഇത്തിരി കൂടി ഡിസൈൻ സ്ലീവിൽ കൂടുതലായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തിരി എടുത്തറിയുന്ന ഡിസൈൻ ആയിരിക്കണം, എന്നാൽ നമുക്ക് വേഗം ചെയ്ത് കഴിയുകയും വേണം. അപ്പം അങ്ങനെ ഒരു ഡിസൈനാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒത്തിരി പേര് ഇപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട് എവിടെ നിന്നാണ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ എറണാകുളത്തുള്ള ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ നോർമൽ മെഷീൻ ത്രെഡ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഇപ്പോൾ കൂടുതൽ വർക്കിൽ ഉപയോഗിക്കുന്നത് നൈലോണിൻ്റെ ത്രെഡാണ്. എനിക്കത് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ആരോ പറഞ്ഞു ഈ നൈലോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന വർക്ക് ഇങ്ങനെ അയൺ ചെയ്യും, അത് ഉരുകി പോവില്ല എന്നുള്ളത്. അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്ത ഡ്രസ്സൊന്നും അയൺ ചെയ്യാണ്ട്, ഇപ്പോൾ ഹാൻഡ് വർക്കുള്ള ഭാഗത്ത് എന്തായാലും അയൺ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ തിരിച്ചിട്ടിട്ടൊക്കെ അയൺ ചെയ്യുകയാണെങ്കിൽ തന്നെ അധികം ഹീറ്റിലൊന്നും നമ്മൾ അയൺ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയെങ്കിൽ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ വരുന്ന ഈ ഒരു റൗണ്ടിൽ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഗോൾഡൻ്റെ മൾട്ടി കളർ കഡ്വീഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഈ ഒരു മൾട്ടി കളർ ഗോൾഡൻ വെച്ചിട്ടാണ് കൂടുതൽ ഹാൻഡ് വർക്ക് ചെയ്യാറുള്ളത്. അതാവുമ്പോൾ എല്ലാ കളറിൻ്റെ ഒപ്പവും നല്ല മാച്ച് ചെയ്ത് പോവും. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കില്ല. നമ്മൾ തനി ഗോൾഡൻ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി എടുത്ത് നിൽക്കും. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ്റെ സീക്വൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റെഡ് കളറ് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഗോൾഡൻ്റെ മൾട്ടി കളർ ഷെയ്ഡ് മേടിച്ച് വെക്കാതാവുമ്പോൾ നമുക്ക് ഒത്തിരി ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. മിക്ക ഡ്രസ്സിലും മാച്ചായിട്ട് പോവും, എല്ലാ കളറിലും മാച്ചായിട്ട് പോവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫ്ലവർ ഡിസൈൻ ചെയ്യാം. അപ്പം ഞാനിവിടെ എൻ്റെ അയൺ നീഡിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ത്രെഡായിട്ട് നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ റൗണ്ട് വരച്ചതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളറ് സീക്വൻസ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പം അത്യാവശ്യം വലിയ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ചും കൂടി കൊടുക്കുക. എന്നിട്ട് നേരെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്തൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരെ സെൻറ്ററിലേക്ക് വന്നൊരു സ്റ്റിച്ച് കൊടുക്കുക. അവിടെയും ഒരു ഷോർട്ട് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ റൗണ്ട് ചുറ്റും നമുക്ക് ഈ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ട് ഇതേപോലെ തന്നെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തായിട്ട് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ മേലേക്ക് കൊണ്ടുവന്നിട്ട്
അവിടെയും ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഈ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മുടെ ത്രെഡിനെ അവിടെ നിന്ന് ഇണങ്ങി പോകാതിരിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബീഡ്സ് അവിടെ നിന്ന് ഇണങ്ങാതെ അവിടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ റൗണ്ട് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ള സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ റെഡ് കളറിലുള്ള നമ്മുടെ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അടുത്തതായിട്ട് ഈ ഫ്ലവറിൻ്റെ ചുറ്റും നമുക്ക് ഇനി ഒരു കട്ട് ബീഡും സീക്വൻസും വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കാം. ഇതേപോലെ ഒരു കട്ട് ബീഡ് അറ്റത്തൊരു സീക്വൻസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ചുറ്റും റൗണ്ടായിട്ട് ഈ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. ഇതേപോലെ ഒരു കട്ട് ബീഡ് അതിൻ്റെ അറ്റത്തൊരു സീക്വൻസ് ഇട്ടിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഒരു പോയിന്റ് നീക്കി സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ബീഡും സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ഈ ഡിസൈനിൽ ഇനി കംപ്ലീറ്റ് ഈ റൗണ്ട് കൊടുത്തിരിക്കുന്നിടത്തൊക്കെ ചെയ്യേണ്ടത്. കണ്ട് ഇവിടെ എല്ലാം ഈ ഒരു സെയിം ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇനി ബ്രാഞ്ചസും കുറച്ച് ലീഫൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഗോൾഡൻ്റെ മൾട്ടി കളർ കട്ട് ബീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ്. ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന ഏകദേശം ആ ഒരു ഡിസൈനൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. നെഗറ്റീവായിട്ടൊന്നും ആരും വിചാരിക്കരുത്. എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഈ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കൂടുതലായിട്ട് ഓർഡേഴ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതും ഈ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇടാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഒത്തിരി നമുക്ക് ഓർഡേഴ്സിൻ്റെ മെസ്സേജൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ വരാറുള്ളെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു 5 മെസ്സേജ് ഇപ്പോൾ നമുക്ക് വരുമെങ്കിലും എൻക്വയറീസ് ആയിട്ട് വരുമെങ്കിലും ഇപ്പം അതിൻ്റെ ഡബിൾ ഇരട്ടിയാണ് മെസ്സേജ് ഓരോ ദിവസവും വരുന്നത്. അത് മിക്കതും ഇതേപോലെ ഓരോ ഡൗട്ട് ചോദിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് അതിന് എത്ര റേറ്റ് ഒന്ന് പറയാമോ എന്നൊക്കെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ എല്ലാ മെസ്സേജും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. കാരണം വർക്ക് ചെയ്യാനുണ്ടാവും. അത് ഇതേപോലെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, പിന്നെ അതേപോലെ പോസ്റ്റ് ചെയ്യണം. എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒത്തിരി ടൈം എടുക്കുന്ന പണിയാണ് ഈ എഡിറ്റിംഗ് എന്നൊക്കെ പറയണത്. കുറേ ടൈം എടുക്കും. അപ്പം അത് കാരണം വർക്കൊക്കെ ചെയ്യുന്നത് കുറച്ചിട്ടാണ് എന്തായാലും കുറഞ്ഞു പോകും. ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിന് ഒത്തിരി ടൈം വേണം. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ മെസ്സേജുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിലും ഒത്തിരി ടൈം നമുക്ക് പോകും. ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു റിപ്ലൈ കൊടുത്തു എന്ന് വിചാരിക്കുക, അവർ പിന്നെയും അവർക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ പേഴ്സണലി വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ തന്നെ പിന്നെയും കുറേ ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനും എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ വീഡിയോസൊക്കെ കണ്ട് കുറേ പേര് വീഡിയോസൊക്കെ ഇങ്ങനെ ഒത്തിരുന്ന് കണ്ടിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ തന്നെ കുറേ ആലോചിച്ചിരുന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വരുന്ന ഐഡിയാസൊക്കെയാണ് ഞാൻ ഇതിൽ കൂടെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ മാക്സിമം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തന്നെ പബ്ലിക്കായിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് അതിൽ കമൻറ്റ് റിപ്ലൈ തരുമ്പോൾ അത് ബാക്കി ആ സംശയം തന്നെ മറ്റുള്ളവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ കമൻറ്റ് നോക്കിയാൽ അവരുടെയും ഡൗട്ട് ക്ലിയർ ആവും. ഇനിയിപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ല, അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടൊന്നും അതിനൊരു ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ടും കുറേ പേര് ചെയ്ത വർക്ക് എനിക്ക് അയച്ചു തരും. വന്നിട്ട് അതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞു തരാമോ, ഇതിന് എത്ര റേറ്റ് പറയണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് വരാറുള്ളത്. അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ റേറ്റ് നിങ്ങൾ തന്നെ ഇടണം, അല്ലാണ്ട് ഞാനിട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ബാക്കിലുള്ള എഫേർട്ടും കഷ്ടപ്പാടും ഒക്കെ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അതേപോലെ മെറ്റീരിയൽസ് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. അപ്പോൾ ഒരു വർക്ക് കാണിച്ചിട്ട് അതിന് എത്ര രൂപ വരും എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മളത് ഇരുന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ പറയണേ. അപ്പോൾ എത്ര ടൈം നമുക്ക് അവിടെ പോകും. അപ്പോൾ എല്ലാം സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് പഠിക്കാം. ഇപ്പോൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ അല്ലാതെ ഇഷ്ടംപോലെ വീഡിയോസ് ഇതിനെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ റേറ്റ് ഫിക്സ് ചെയ്യാൻ പഠിക്കുക. എനിക്കും ഇപ്പം അതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്പീഡ്, ഇപ്പം ഞാൻ എത്ര ദിവസം കൊണ്ട് അത് ചെയ്യും എന്നൊക്കെ ഒരു കാൽക്കുലേഷനിലാണ് ഞാൻ ഒരു ഏകദേശം റേറ്റ് ഇടുന്നത്. ചിലപ്പോൾ ആ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് ലാഭമായിരിക്കും, ചിലപ്പോൾ എനിക്കത് ഭയങ്കര നഷ്ടമായിരിക്കും.
അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് റേറ്റ് പറഞ്ഞു കൊടുക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. ഇപ്പം ഞാൻ പറയുന്ന റേറ്റ് അവരുടെ ഇതിൽ കൂടിപ്പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ മെസ്സേജൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഇതെനിക്ക് ഈ കാര്യം വന്ന് പറയണമെന്ന് തോന്നി. കാരണം കുറേ മെസ്സേജ് വരും, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജ് ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജും വരുമ്പോൾ അതും എനിക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റായിക വരാറുണ്ട്. അതുകൊണ്ട് വർക്കൊക്കെ ഇങ്ങനെ മിസ്സായി പോവാറുണ്ട്, നല്ല നല്ല വർക്ക് മിസ്സായിട്ട് പോവാറുണ്ട്. അതുകൊണ്ട് മാക്സിമം വരുന്ന ഡൗട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ പറയുക. അതേപോലെ തന്നെ ഈ ഒത്തിരി വർക്ക് ചെയ്യുന്നവർ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ അവർ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഡൗട്ട്, നിങ്ങൾക്കറിയാവുന്ന ഡൗട്ടാണെങ്കിൽ നിങ്ങൾ അതിനൊന്ന് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ ഇപ്പം എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതിൽ വന്നിട്ടൊന്ന് റിപ്ലൈ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ തന്നെ കണ്ട് ഇവിടെ എല്ലാം ഈ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക.